ദ ജേർണലിസ്റ്റിലേക്ക് കേരളം ഇപ്പോൾ പിടിച്ചെടുക്കുമെന്ന് കാഹളം മുഴക്കി ഓരോ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ട് ദയനീയമായ തിരിച്ചടികൾ നേരിടുന്ന സംഘപരിവാർ നേതാക്കളുടെ എണ്ണം കൂടി വരികയാണ്. ഇത്തവണ 3 നിയമസഭാ സീറ്റുകളിൽ കഷ്ടി വിജയം നേടിയെങ്കിലും അതൊന്നും കേരള BJPക്ക് സഹായകരമാകുന്നില്ല. കേരള BJPയുടെ വളർച്ചയും വിസിബിലിറ്റിയും വലിയ തോതിൽ കുറയുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. സംഘപരിവാറിൻ്റെ ഭാഗമായ BJP ആണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഓൺലൈൻ നെറ്റ്വർക്കുള്ള പാർട്ടി. അതായത് ഓരോ മിത്രത്തിനും 10, 20, 50 ഫേക്ക് ഐഡികൾ ഉണ്ടാകുന്നു. ഒന്നിനും പേരുണ്ടാകില്ല. ദൈവങ്ങളുടെ പടമോ ദേശീയ പതാകയുടെ പടമോ ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുക. എതിരെ വരുന്ന പോസ്റ്റുകൾക്കടിയിൽ പാച്ചത്തെറി വിളിക്കുക, ക്രൂരമായ അസഭ്യങ്ങൾ വിളിക്കുക, എന്നിട്ട് മനഃശാന്തി നേടുക, ഇതൊക്കെ സംഘത്തിൻ്റെ വളർച്ചയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല കുൽസിത പ്രവൃത്തികളും ഇവറ്റകൾ കാലങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിലൂടെയൊക്കെ BJP വളർന്നങ്ങ് പന്തലിച്ച് കേരളത്തെ വിഴുങ്ങും എന്ന നിലയിലായിരുന്നു ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ തെറിവിളി ക്യാമ്പയിനുകൾ അടക്കം, തീവ്ര ഹിന്ദുത്വ അജണ്ടകളടക്കം, കേരളത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള അന്യമത വിദ്വേഷ പ്രചാരണങ്ങളടക്കം കേരള BJPയുടെ സകല അജണ്ടകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 സീറ്റ് ഒരു വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞ് പർവ്വതീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ വിജയം നേടി എന്ന് പറഞ്ഞ് വമ്പൻ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ തകർച്ച മറയ്ക്കാനുള്ള ഗിമ്മിക്കുകൾ മാത്രമാണ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരള BJPയുടെ വിസിബിലിറ്റി വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നിയമസഭയിൽ BJP പ്രതിനിധികൾക്കുള്ള സ്പേസ് അല്ലെങ്കിൽ അവരെ കേൾക്കാനുള്ള ജനങ്ങളുടെ താല്പര്യം അത് ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്നതോടെ, അധികാരത്തിലേറിയതോടെ, UDF സംഘടനാ സംവിധാനം ഒറ്റക്കെട്ടായി പൊതുസമൂഹത്തെ ഒപ്പം ചേർത്ത് നിർത്തിയതോടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന സകല കുത്തിത്തിരിപ്പുകൾക്കും ഏറെക്കുറെ അന്ത്യമായിരിക്കുന്നു എന്നു തന്നെ പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ നിന്ന് പിറകോട്ട് പോകാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് BJP അംഗങ്ങൾ നടത്തിയ സത്യപ്രതിജ്ഞയാണ്. ഓരോ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടത്തുന്നു. ഓരോ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ സത്യപ്രതിജ്ഞ എങ്ങനെയായിരിക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് വിരുദ്ധമായി ഹിന്ദു ദൈവങ്ങളുടെ പേര് പറഞ്ഞും ബലിദാനികളുടെ പേര് പറഞ്ഞും ഒക്കെ സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ BJP കരുതിയത് കുറച്ചുകൂടി തീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കാം, ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിലും തീവ്ര ഹിന്ദുത്വം ആളിക്കത്തിക്കാം, ആ നിലയിലുള്ള വലിയ ക്യാമ്പയിനുകൾ തുടങ്ങാം എന്നൊക്കെയായിരുന്നു. എന്ന് വെച്ചാൽ ഹിന്ദു ദൈവങ്ങളുടെ പേര് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുപ്പെടുന്നത്? നിങ്ങൾ മറ്റവന്മാരുടെ ആളുകളല്ലേ, നിങ്ങൾ മറ്റേ ആൾക്കാരല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ പൊക്കോ, ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്. ഈ രീതിയിലുള്ള ക്യാമ്പയിനാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ശക്തമായ തിരിച്ചടി ഹൈക്കോടതി കൊടുത്തു. നല്ല അനുസരണയുള്ള കുട്ടികളെപ്പോലെ വെല്ലുവിളിച്ച് നടന്ന, ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന BJPക്കാർ അനുസരണയുള്ള കുട്ടികളെപ്പോലെ വന്ന് വീണ്ടും സത്യപ്രതിജ്ഞ നടത്തി നിയമത്തിനുള്ളിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ BJP കേരളത്തിൽ നടത്തുന്ന കുൽസിത പ്രവൃത്തികൾക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതുപോലെയായിരുന്നു സുഗതൻ്റെ കേസ്. അതായത് ജയിലിൽ കിടക്കുന്ന സുഗതൻ നിരപരാധിയാണ്, പച്ചവെള്ളം ചവച്ചരച്ചു കുടിക്കുന്നവനാണ്. അദ്ദേഹത്തിനെതിരെ വന്ന ക്രിമിനൽ കേസുകളും കാപ്പ നടപടിയും ഒക്കെ അത് അദ്ദേഹം ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ്, CPMകാർ കെട്ടിച്ചമച്ചതാണ് എന്ന മട്ടിലൊക്കെയുള്ള വലിയ ക്യാമ്പയിനുകൾ നമ്മുടെ മേയർ VV രാജേഷ് പല ചാനലുകൾക്ക് മുന്നിലും വന്ന് അടിച്ചുവിട്ടു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഈ പറയുന്ന അദ്ദേഹം ഒരു ക്രിമിനലാണ്, വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ഈ BJP പറയുന്നത് പോലെ ഈ സമരങ്ങളുടെ ഭാഗമായി മാത്രം വന്ന കേസുകളല്ല എന്ന നിലയിൽ പല റിപ്പോർട്ടുകളും പുറത്തുവിട്ട് BJPയുടെ ആ പറയുന്ന ക്യാമ്പയിൻ പൊളിച്ചടുക്കി. അവിടെയും BJPക്ക് ദയനീയ പരാജയം. അപ്പോൾ BJP ക്യാമ്പിന് ഉള്ളിൽ ഉയർന്ന ഒരു ചോദ്യം, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനൽ എന്തിനാണ് VV രാജേഷിനും സംഘത്തിനുമെതിരെ ഇങ്ങനെ പടനയിക്കുന്നത്? ഇതെന്തോ ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ, ഒരു BJPക്കുള്ളിലെ പൊട്ടിത്തെറിയുടെ ഭാഗമല്ലേ, മൂപ്പളമ തർക്കമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചർച്ചകളും ഉണ്ടായി. എന്തായാലും സുഗതനെ ഇപ്പോൾ ഇറക്കും എന്ന് പറഞ്ഞ് വലിയ സമരങ്ങൾ നടത്തിയ BJP ഏതാണ്ട് തോറ്റു പിന്മാറി ആ വിഷയം തന്നെ ഇപ്പോൾ സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാനുള്ള സാധ്യത BJPക്ക് ഉണ്ട് എന്ന് പോലും വാദങ്ങൾ വരികയാണ്. അവിടെയും BJP നിസ്സഹായരാണ്. അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചോ അല്ലെങ്കിൽ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ ജിഹാദികൾ എന്നൊക്കെ വിളിച്ച് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അതാണ് BJPക്ക് കിട്ടുന്ന തിരിച്ചടി. ഈ 2 വിഷയങ്ങളിലും നിയമപരമായിട്ടാണ് BJPക്ക് വലിയ പ്രഹരമേറ്റിരിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിൽ തീവ്ര ഹിന്ദുത്വമോ മറ്റോ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് BJPക്ക് സാധിക്കുന്നില്ല. പിന്നെ BJP ഇറക്കിയ
ഒരു തീവ്ര അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു PC ജോർജ്, മകൻ ഷോൺ ജോർജ്. ഈ പറയുന്ന രണ്ടുപേരുടെയും അഡ്രസ്സ് ഇല്ല. ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്ന ചില പദ്ധതികൾ ഈ അനിൽ ആൻ്റണിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ വേണ്ടിയിട്ട് BJP ശ്രമിച്ചിരുന്നു. അതും ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. അതായത് ക്രൈസ്തവ വിഭാഗം FCRA നിയമവുമായി ബന്ധപ്പെട്ട പുതിയ നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി ഈ പറയുന്ന ക്രൈസ്തവ സമൂഹവും വലിയ അകൽച്ച BJPയുമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ കൂട്ടത്തോടെ കോൺഗ്രസിനൊപ്പം പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതാണ് ദീപിക പത്രത്തിനെതിരെയും, അതായത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെയും അവിടുത്തെ അച്ഛന്മാർക്കെതിരെയും ഒക്കെ PC ജോർജും ഷോൺ ജോർജും ഒക്കെ വലിയ ആക്ഷേപങ്ങൾ നടത്തിയതും പൊട്ടിത്തെറിച്ചതുമൊക്കെ ക്രൈസ്തവ സമൂഹം അകന്നു പോകുന്നു, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്നു, ആയിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവിൻ്റെ പുറത്താണ്, ആ ഭീതിയുടെ പുറത്താണ്. അപ്പോൾ ആ നീക്കവും BJPയുടെ തകർന്നു. പിന്നെ ഉള്ള ഒരു നീക്കമായിരുന്നു A ക്ലാസ് മണ്ഡലങ്ങളിലെ വലിയ വിജയം. 10 മുതൽ 15 മുതൽ 20 സീറ്റുകൾ വരെയൊക്കെ കേരളത്തിൽ BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന, പ്രവചിച്ചിരുന്ന ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. BJPയുടെ ക്യാമ്പയിനുകൾ ആ തരത്തിലുള്ളതായിരുന്നു. അതിൽ ദയനീയമായ പരാജയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PC ജോർജും, അതിലുപരി വലിയ പരാജയമായി പോയത് ഷോൺ ജോർജുമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തോൽവി എന്ന് പറയുന്നത് പത്മജ വേണുഗോപാലിൻ്റെയാണ്. തൃശ്ശൂർ ഇപ്പോൾ ഇങ്ങോട്ട് എടുക്കും എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഇഫക്റ്റ് തൃശ്ശൂരിൽ ഉണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് പത്മജ വേണുഗോപാൽ നിൽക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ തൃശ്ശൂരിൽ വരുന്നു. അതിൻ്റെ വലിയ സന്തോഷം പത്മജ പങ്കുവയ്ക്കുന്നു. കോൺഗ്രസിൽ ആയിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ തന്നെ വാഹനത്തിൽ പോലും കയറ്റിയിരുന്നില്ല. ഇവിടെ മോദിജിയൊക്കെ വരുമ്പോൾ ഞാൻ വാഹനത്തിലുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ പരിഗണന കിട്ടുന്നു, തൃശ്ശൂർക്കാർ എന്നെ ജയിപ്പിക്കും, മുമ്പൊക്കെ ഞാൻ തോറ്റത് കോൺഗ്രസിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പത്മജ അതിനേക്കാൾ ദയനീയമായി എറിഞ്ഞു തോൽക്കുന്ന സാഹചര്യമാണ് തൃശ്ശൂരിലുണ്ടായത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി വഴി സ്വന്തം പോക്കറ്റിലായി എന്ന് കരുതിയ, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ച BJPക്ക് തൃശ്ശൂരിലെ തോൽവിയും ഒരു ദയനീയ തിരിച്ചടിയായി മാറി. അതേപോലെ തന്നെ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്ന് തുരത്താൻ, കോൺഗ്രസിൽ നിന്ന് തുരത്താൻ BJPയുടെ ഉൾപ്പെടെ സമരം കൊണ്ട് കഴിഞ്ഞു. ഇപ്പോൾ താരതമ്യേന കടുത്തൊരു എതിരാളിയായിരുന്നു BJPക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ജയിച്ചു കയറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് പാലക്കാട് പ്രതിഫലിക്കും എന്നെല്ലാം പ്രതീക്ഷിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയതാണ് BJP. അതും ശോഭാ സുരേന്ദ്രനെ പോലെ വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ശോഭാ സുരേന്ദ്രൻ വോട്ടിന് നോട്ട് എന്ന ഒരു വിവാദത്തിൽപ്പെട്ട് അതിലുൾപ്പെടപ്പെട്ട് തകർന്നിരിക്കും. അതിന് പിന്നിലും, ആ വിവാദമുണ്ടാക്കിയതിന് പിന്നിലും BJPയിലെ ചില കറുത്ത കരങ്ങളുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പലരും മുമ്പ് ചെറിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ എറിഞ്ഞു തോറ്റതടക്കം നിരവധി തോൽവികൾ ഇത്തവണ BJPക്ക് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് BJP പറയുന്ന തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ, അതുപോലെ തന്നെ PC ജോർജിനെ പോലെ അടക്കം ഉള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അന്ധമായ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ, കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് കേരളത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതിനൊക്കെ ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ കൊടുത്ു. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ BJPക്ക് 3 സീറ്റുകൾ കിട്ടി, നിയമസഭയിൽ 3 MLA മാരുണ്ട്. ഈ MLA മാരുടെ എന്തെങ്കിലും വിവരം നമ്മൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? സഭയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവർ? അപ്പോൾ അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും ഈ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, തങ്ങളുടെ വേർഷൻ പറയുന്ന വിധത്തിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? BJP കേരളം എന്ന് പറയുന്ന BJPയുടെ ഒഫീഷ്യൽ പേജ് പൂച്ചപറ്റ് കിടക്കുകയാണ്. 100-ൽ താഴെ ലൈക്കുകൾ, വല്ലപ്പോഴും ആരെങ്കിലും വന്നിരുന്ന കമൻറ്റുകൾ, അതിനപ്പുറം ഒന്നുമില്ല. ഈ MLA മാരെ മുൻനിർത്തി കേരളം പിടിക്കാൻ കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസമൊന്നും BJPക്ക് ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിലവിലെ MLA മാർക്ക് വലിയ ഹൈപ്പ് കൊടുക്കുന്ന വിധത്തിൽ BJP സൈബർ വിങ് വലിയ പോസ്റ്റുകൾ തയ്യാറാക്കുന്നു, വലിയ രചനകൾ ഉണ്ടാക്കുന്നു, ഘട്ട കാവ്യങ്ങൾ എഴുതുന്നു. പക്ഷേ BJPക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. അതായത് 3 MLA സീറ്റുകൾ കിട്ടിയതോടെ BJPയുടെ പവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന നിലയിലേക്ക്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കം വിഷയങ്ങൾ BJPക്ക് കേരളത്തിൽ വലിയ തിരിച്ചടി കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റി. അതിനൊക്കെ ഉപരി കോൺഗ്രസ് അതിശക്തമായി വന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടക്കം, BJP ലക്ഷ്യമിട്ടിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ അടക്കം കൂടെ കൂട്ടി അവരെല്ലാം ഒന്നിപ്പിച്ച് നിർത്തി കോൺഗ്രസ് UDF ഒറ്റക്കെട്ടായി നടത്തിയ മുന്നേറ്റങ്ങൾ ഒക്കെ BJPയുടെ വളർച്ചാ സാധ്യതകളെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വലിയ തോതിൽ തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ഭരണം വരുന്നു, ഇസ്ലാമിക ഭരണം വരുന്നു, ഇവിടെ ശരീഅത്ത് നിയമം നടപ്പാകുന്നു എന്നൊക്കെ പറഞ്ഞ് BJP സൈബർ വിങ്ങിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു.
പക്ഷേ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അല്ലെങ്കിൽ അതിനെ തുടർന്ന് ജനങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ അജണ്ടകളും ഈ തീവ്ര അജണ്ടകളുമൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എന്നതിലേക്കും ഒപ്പം കേരളത്തിൽ BJPക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് പുനഃസംഘടനാ സമയത്ത് സാധ്യതയുണ്ട് എന്ന വിധത്തിലേക്കും തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്.